ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് കൂടിയുണ്ട്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഇതിപ്പോൾ ഈ വൈദ്യുതി നിയന്ത്രണം എന്നത് പവർ കട്ടാണെങ്കിലും ലോഡ് ഷെഡിംഗ് ആണെങ്കിലും ട്രിപ്പ് ആണെങ്കിലും ഒക്കെ ഇപ്പോഴിതാ ജനങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അത് ചിലയിടത്ത് മിനിറ്റുകളാണെങ്കിൽ ചിലയിടത്ത് മണിക്കൂറുകളാണ്, ചിലയിടത്ത് ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ മറ്റ് ചിലയിടങ്ങളിൽ പല തവണയാണ്. അവിടെ ഇപ്പോൾ ജനങ്ങൾ എന്തായാലും ഈ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഇവിടെ ഇതാ ഈ ഡാമുകളിലെ ജലസംഭരണ ശേഷി കൂടിയിട്ട് കാര്യമില്ല, അതിനൊരു ഉൽപ്പാദനത്തിന് ഒരു നിശ്ചിത പരിധിയുണ്ട് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. പുറത്തു നിന്ന് വാങ്ങുന്ന വൈദ്യുതിയാണ് ലാഭകരം എന്ന നിരീക്ഷണം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയല്ലേ സാധ്യമാകൂ എന്നുള്ളതാണ്. ഇലക്ട്രിക് വാഹനങ്ങളും ഇലക്ട്രിക് ഹീറ്ററുകളും ഇൻഡക്ഷൻ കുക്കറുകളും ഒക്കെ ഉപയോഗം വർദ്ധിച്ചതാണ് കാരണം എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ട അഭിലാഷ്, നമ്മുടെ വൈദ്യുതി മന്ത്രി ആദ്യമായിട്ടാണ് വളരെ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞു ഇൻഡക്ഷൻ കുക്കറാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു യുദ്ധമാണ് ഈ രാജ്യത്തെ പ്രശ്നമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അദ്ദേഹം കേരളകൗമുദി പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് തന്നെ വായിക്കാം. വൈദ്യുതി പ്രശ്നം ഉഷ്ണതരംഗം മൂലമാണ് ഉണ്ടായിരിക്കുന്നത്, ലോഡ് ഷെഡിങ് അധിക കാലം തുടരാണ്ടി വരത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം ലോഡ് ഷെഡിങ് ഉണ്ടെന്നല്ലേ. മന്ത്രി സത്യം പറയണം ജനങ്ങളോട്. അത് സത്യം പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. വേനൽക്കാലത്തിന്റെ ചൂട് കൂടുതൽ, വേനൽക്കാലത്തിന്റെ ചൂട് കൂടുമെന്ന് മാർച്ച് ആദ്യമേ അറിയാമായിരുന്നു. പസഫിക് ഓഷനിൽ എൽനിനോയുടെ പ്രതിഭാസം ഉണ്ടാകുന്നുവെന്ന് ഏത് പൊട്ടനും പഠിക്കുന്ന വായിക്കുന്ന ഗവേഷണം നടത്തുന്ന ആർക്കും മനസ്സിലാവും. എല്ലാ ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. ന്യൂസ് 18 തന്നെ എൽനിനോയെ കുറിച്ചുള്ള റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ കേരളത്തിൽ ചൂട് കൂടുതലായിരിക്കും. അപ്പൊ ചൂട് കാലത്ത് എന്തൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെ ഉപയോഗിച്ചുകൂടാ എന്ന ഒരു പത്ര പരസ്യം എനർജി മാനേജ്മെന്റ് സെന്ററോ അതിനു വേണ്ടിയിട്ടാണ് തുറന്നു വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ സ്ഥാപനം കേരള ഇലക്ട്രിസിറ്റി ബോർഡോ സംസ്ഥാനത്തെ ജനങ്ങളോട് പറഞ്ഞോ, വേനൽക്കാലം വരാൻ പോവുകയാണ്, 6000 മെഗാവാട്ടാണ് നമുക്ക് പീക്ക് അവറിൽ പറ്റുന്നത്, 1 മില്ലിമീറ്റർ കൂടെ അല്ലെങ്കിൽ 1 മെഗാവാട്ട് കൂടിയാൽ സംസ്ഥാനത്ത് പ്രതിസന്ധി വരും, ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കേണ്ടി വരും, വ്യവസായങ്ങൾക്ക് പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരും. പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമുള്ള വ്യത്യാസം ഇതാണ്, പീക്ക് അവറിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ഒരു പത്ര പരസ്യമെങ്കിലും എവർ ചെയ്തോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നാഷണൽ ഗ്രിഡിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതി ഇവിടെ കൊണ്ടുവരുന്നതിന് ഇൻഫ്രാസ്ട്രക്ചർ, ലൈനുകൾ അടക്കമുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ പോരായ്മ. ഓക്കെ, കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ എക്കണോമിക് അല്ല. ഇപ്പോ ഡോക്ടർ സുരേഷ് പറഞ്ഞല്ലോ, എക്കണോമിക് അല്ല, എക്കണോമിക്സ് വർക്കൗട്ട് ചെയ്യൂല. അല്ല, ഈ വൈദ്യുതിയെ സംബന്ധിച്ച് ആര്യയുടെ മുഹമ്മദിന്റെ കാലത്തൊരു കരാറുണ്ടായി 25 വർഷത്തേക്ക്. ആ കരാർ TK ജോസ് IAS പിന്നെ റെഗുലേറ്ററി കമ്മീഷൻ അതോറിറ്റി ചെയർമാൻ ആയിരുന്നപ്പോഴാണ് ക്യാൻസൽ ചെയ്തത്. അത് സംബന്ധിച്ച് ഒരുപാട് ട്രോളുകൾ ഇന്ന് സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. ഈ ട്രോളുകളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളിലോ ഉള്ള രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമില്ല. സുരേഷ് കുമാറിന്റെ രാഷ്ട്രീയത്തോടും എനിക്ക് താല്പര്യമില്ല, ഒരു രാഷ്ട്രീയത്തോടും താല്പര്യമില്ല. ഞാൻ പരിസ്ഥിതി കാര്യങ്ങളാണ് പറയുന്നത്. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ വൻകിട പദ്ധതികളോടൊപ്പം ചെറുകിട പദ്ധതികളെ കുറിച്ചും മീൻവല്ലം പ്രോജക്റ്റുകളെ കുറിച്ചുമൊക്കെ ആലോചിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഡോക്ടർ RVG മേനോൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഓടി നടന്ന് പറയുമായിരുന്നു, കേരളത്തിൽ ചെറുകിട വൈദ്യുത പദ്ധതികൾ കൊണ്ടുവരണം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല. സോളാറിനെ കുറിച്ച് ഇപ്പോഴും നമ്മൾ സോളാർ ഇരുട്ടിൽ തപ്പുകയാണ്. വച്ചവർക്ക് ഇരുട്ടടിയാണ്, സോളാർ വച്ചവർക്ക് ഇരുട്ടടിയാണ്. എനർജി മാനേജ്മെന്റ് സെന്റർ ആകട്ടെ, കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ആകട്ടെ, സത്യസന്ധമായി ജനങ്ങളോട് കാര്യം പറയണ്ടേ, ജനങ്ങളെ പഠിപ്പിക്കണ്ടേ, അവരെ വിശ്വാസത്തിലെടുക്കണ്ടേ. ഇവിടെ വൈദ്യുതി നമുക്ക് ഇത്രേ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളൂ, മറ്റ് സ്റ്റേറ്റിൽ നമുക്ക് ഇത്രേ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ, അത് കൊണ്ടുവരാനുള്ള തടസ്സം ഇതാണ്, നമുക്ക് എനർജി ബൂസ്റ്റർ ഉള്ള ട്രാൻസ്ഫോമറുകൾ വച്ചാൽ കുറെ കാര്യങ്ങൾ പരിഹരിക്കാം, അത് നമുക്ക് പറ്റുന്നില്ല, പീക്ക് അവറിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വരും എന്ന് പറയാതെ, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാതെ, ഇനി എക്കണോമിക്സ് ആണ്, സുരേഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എക്കണോമിക്സ് ആണ് പ്രശ്നമെങ്കിൽ ആ എക്കണോമിക്സിന് കണ്ടിജൻസി പീരീഡിൽ സബ്സിഡൈസ് ഗവൺമെന്റ് ചെയ്തുകൊണ്ട്, ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യണം. അത് ജനങ്ങളെ മണ്ടയിൽ കൂട്ടി വെക്കാൻ പറ്റത്തില്ല. ഇനിയും ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടാൻ പറ്റത്തില്ല, കാരണം ഇപ്പൊ തന്നെ വലിയ ഇലക്ട്രിസിറ്റി ചാർജാണ്. അതിന്റെ കൂടെ കൂട്ടാതെ ഗവൺമെന്റ് കുറച്ച് തുക സബ്സിഡൈസ് ചെയ്തുകൊണ്ടെങ്കിലും
ഇവിടത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും അതിന്റെ സാങ്കേതികത്വം ഉണ്ടെങ്കിൽ ആ സാങ്കേതികത്വം മാറ്റുന്നതിനെ കുറിച്ചും നാഷണൽ ഗ്രിഡിൽ നിന്ന് കൂടുതൽ വൈദ്യുതി കൊണ്ടുവരുന്നതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകൾ നടത്തുന്നതിനെ കുറിച്ചും വളരെ കൃത്യമായി ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് ബോധവൽക്കരിച്ച് പറയുന്നതിന് പകരം 6 മണി മുതൽ 10 മണി വരെ ഇൻഡക്ഷൻ കുക്കറും ഫ്രിഡ്ജും AC-യും എല്ലാം ലാഭിച്ചാൽ 3 കോടി ജനങ്ങൾ 1 കോടി വീടുകളിലായി, 3.5 കോടി ജനങ്ങൾ 1 കോടി വീടുകളിലായി ഇത്രയും ലാഭിച്ചാൽ നമുക്ക് ഇത്ര കറണ്ട് പിടിക്കാമെന്നും അത് നിങ്ങൾക്ക് വേനൽക്കാലത്തേക്ക് തരാൻ പറ്റുമെന്നും എന്തുകൊണ്ട് കേരള സമൂഹത്തോട് ഇലക്ട്രിസിറ്റി ബോർഡോ അതിനുവേണ്ടി തുറന്നു വെച്ച എനർജി മാനേജ്മെന്റ് സെന്ററോ പറഞ്ഞില്ല? ഇവിടെ അവിടെയാണല്ലോ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, അതാണല്ലോ ഈ യുദ്ധ സാഹചര്യത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അതായത് ഇത്രയധികം ഇൻഡക്ഷൻ കുക്കറുകളൊക്കെ ചെലവാക്കപ്പെടും എന്ന് കരുതിയിട്ടുണ്ടായില്ല. LPG ക്ഷാമം വരുമെന്ന് മുൻകൂട്ടി കാണാൻ പറ്റില്ലല്ലോ. ഈ യുദ്ധ സാഹചര്യം മുൻകൂട്ടി വിലയിരുത്താൻ സാഹചര്യം വേണ്ട. LPG ഇപ്പോഴും ചെയ്തില്ലല്ലോ. അവർ ഇന്ന് ചെയ്തോ? അത് മുൻകൂട്ടി കളഞ്ഞോളൂ. ഇന്നത്തെ പത്രത്തിലെങ്കിലും അവർ പരസ്യം ചെയ്തോ? ഇന്നത്തെ ചാനലുകളിലെങ്കിലും അവർ പൊതുജന താല്പര്യാർത്ഥം പരസ്യം ചെയ്തോ? നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ ഇന്ന് ഉപയോഗിച്ചാൽ ഇന്ന കുഴപ്പമുണ്ടാകും, അതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കരുത്. ഇൻഡക്ഷൻ കുക്കർ അല്ല പ്രതി. എത്ര ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെന്നേ കേരളത്തിൽ? ഗ്രാമങ്ങളിൽ എത്ര ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്? ഇപ്പൊ ഈ കുറ്റ്യാടി പോലുള്ള പേരാമ്പ്ര പോലുള്ള ഗ്രാമങ്ങളിൽ പവർ കട്ടാണ്, അല്ലെ ലോഡ് ഷെഡിംഗ് ആണ്. അവിടെ എത്ര ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെന്നേ? നിങ്ങൾക്ക് ചാനലുണ്ടല്ലോ, നിങ്ങൾ ഒന്നൊരു സർവേ നടത്തി നോക്കൂ. എത്ര ഇൻഡക്ഷൻ കുക്കർ ആളുകൾ ഉപയോഗിക്കുന്നത്? ഇൻഡക്ഷൻ കുക്കറിന്റെ കഥ പറഞ്ഞ് അത് കഴിഞ്ഞ് ഉഷ്ണതരംഗത്തിന്റെ മണ്ടയെ കൊണ്ടുവച്ച് അത് കഴിഞ്ഞ് യുദ്ധത്തിന്റെ മണ്ടയെ കൊണ്ടുവച്ച് LPG ഗ്യാസിന് പ്രശ്നം ഉണ്ടായി. യുദ്ധം തുടങ്ങിയിട്ട് എത്ര കാലമായി? LPG ഗ്യാസിന് പ്രശ്നം ഉണ്ടായിട്ട് എത്രയോ ദിവസമായി. അപ്പോൾ എന്തുകൊണ്ട് പരസ്യം കൊടുക്കാൻ പറ്റിയില്ല? ജനങ്ങളെ എങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റിയില്ല? മീറ്റർ റീഡിംഗ് എടുക്കുന്ന വീടുകളിൽ മീറ്റർ റീഡിംഗ് എടുക്കാൻ പോകുന്നവരോട് ചെറിയ നോട്ടീസ് കൂടെ കൊടുത്തുകൊണ്ട് നിർബന്ധമായി ഇത് ജനങ്ങൾ പാലിക്കണമെന്നുള്ള ചില നടപടികൾ എന്തുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ട് നമ്മുടെ പക്ഷേ അതൊക്കെ പാലിക്കാൻ പറ്റുന്ന ഒരു സമയമാണോ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്? ഇപ്പോൾ ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് AC-യോ ഫാനോ ഇല്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക? ഗ്യാസ് ഇല്ലെങ്കിൽ പിന്നെ വിറകടുപ്പിലേക്കൊന്നും മടങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ ഇപ്പോൾ മലയാളികൾക്കുള്ളത്. ഞാൻ പറയാം. അതായത് ഗ്യാസിന്റെ ക്ഷാമം വളരെ വലിയ തോതിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഗ്യാസിന്റെ ക്ഷാമം വലിയ തോതിൽ കുറഞ്ഞിട്ടുമുണ്ട് അഭിലാഷേ. വലിയ തോതിൽ കടകളൊക്കെ ഒരുപാട് അടച്ചിരുന്നു, കടകളെല്ലാം തുറന്നിരുന്നു. ഇപ്പൊ തുറന്നിട്ടുണ്ട്. ഹോട്ടലുകളെല്ലാം അടച്ചിരുന്നു, ഹോട്ടലുകളെല്ലാം തുറന്നു. ഞാൻ പറഞ്ഞത് ജനങ്ങൾ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് മാറണമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ചെയ്യണം. നിങ്ങൾ 6 മണിക്ക് മുമ്പേ ഭക്ഷണം പാചകം ചെയ്യണം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? 6 മണിക്കും 11 മണിക്കുള്ള പീക്ക് ലോഡ് അവേഴ്സിൽ ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നതല്ലേ പ്രശ്നം? ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു. എന്റെ വീട്ടിൽ 30 വർഷമായി 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടേക്കും. എനിക്ക് ബോധമുള്ളതുകൊണ്ടാണ്. എനിക്കൊരു തടസ്സമില്ല, ഫ്രിഡ്ജിനും തടസ്സമില്ല, വീട്ടിൽ ഒരു സംവിധാനത്തിനും തടസ്സമില്ല. പക്ഷെ 6 മണി മുതൽ 10 മണി വരെ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടും നിർബന്ധം. അത് എത്രയോ വീടുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്താൽ ജനങ്ങളും അതനുസരിച്ച് ട്യൂൺ ചെയ്യപ്പെടും. 6 മണിക്ക് മുമ്പേ ഭക്ഷണം പാചകം ചെയ്ത് വെക്കും രാത്രിത്തേക്കുള്ളത്. പിന്നെ ഇൻഡക്ഷൻ കുക്കറിന്റെ ആവശ്യപ്പെടാണ് വരുന്നത്. അതുകൊണ്ട് ഇത് തയ്യാറെടുപ്പിന്റെ അല്ലെങ്കിൽ കോവിഡ് കാലത്ത് എന്തെല്ലാം നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തി, എന്തെല്ലാം ആളുകളോട്, ഇതെല്ലാം പ്രായോഗികമാണ്, പ്രാക്ടിക്കലാണ്. പക്ഷെ അതിനൊരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. സാറേ ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.